സംസ്ഥാനത്ത് ആദ്യമായി 11 കോടി യൂണിറ്റിന്റെ വൈദ്യുതി ഉപഭോഗം. വേനൽക്കാലമായതോടുകൂടി ദിവസങ്ങൾ കഴിയുന്തോറും വൈദ്യുതി ഉപഭോഗം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ മാത്രം 110.10 ദശലക്ഷം യൂണിറ്റാണ് മലയാളികൾ ഉപയോഗിച്ചത്. ഇതിൻ്റെ വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു. സൂര്യഗായത്രി, ചൂട് തന്നെയാണ് ഇത്തരത്തിൽ വൈദ്യുതി ഉപഭോഗം ഉയരാൻ കാരണം, അല്ലേ? വൈദ്യുതി ഉപഭോഗം സംസ്ഥാനത്ത് മൂർധന്യതയിലാണ്. ഇന്നലെ മാത്രം 110.10 ദശലക്ഷം യൂണിറ്റാണ് വൈദ്യുതി ഉപയോഗിച്ചത്. 11 കോടി കവിയുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ആഴ്ചയിലും ഇതിന് സമാനമായ രീതിയിൽ വൈദ്യുതി ഉപയോഗം കൂടിയിരുന്നു. പക്ഷേ ഇതിപ്പോൾ റെക്കോർഡ് ഉപഭോഗമാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലെ മാത്രം 110.10 ദശലക്ഷം യൂണിറ്റ്. സൂര്യഗായത്രി ഒരിക്കൽ കൂടി ചേരുകയാണ്. സൂര്യഗായത്രി, ചൂട് കൂടിയതാണോ? ഒപ്പം മഴ കുറവായതുകൊണ്ട് വൈദ്യുതി പ്രതിസന്ധി കൂടി ഇതുവഴി കാണുന്നുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? സൂര്യഗായത്രി, കേൾക്കുന്നുണ്ടോ? അജിംഷാ, ചൂടിന്റെ കാഠിന്യം ഓരോ ദിവസം പോകുന്തോറും ഏറി വരികയാണ്. കഴിഞ്ഞ വർഷം ഈ വൈദ്യുതി ഉപഭോഗം ക്രമാതീതമായി ഉയരുന്നു. വേനൽക്കാലമായതുകൊണ്ടാണ്, ചൂട് കൂടിയ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഉപഭോഗം കൂടുന്നത്. ഇന്നലെ ആകെ ഉപഭോഗം 110.10 ദശലക്ഷം യൂണിറ്റാണ്. സൂര്യഗായത്രി വിവരങ്ങളുമായി ചേരുകയാണ്. സൂര്യഗായത്രി, എന്തൊക്കെയാണ് ബോർഡ് നൽകുന്ന വിശദീകരണങ്ങൾ? എന്തൊക്കെയാണ് ഇതിൻ്റെ വിവരങ്ങൾ, വിശദാംശങ്ങൾ? അജിംഷാദ്, ഓരോ ദിവസവും ചൂടിന്റെ കാഠിന്യം കൂടി വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ അധികമായ ചൂടും താപനിലയും ഒക്കെയാണ് ഇത്തവണ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത ഒരു കണക്ക്, ഒരു വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ 11 കോടി യൂണിറ്റാണ് സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം വന്നിട്ടുണ്ടായിരുന്നത്. ഇത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു കണക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ KEB ചില കാര്യങ്ങൾ കൂടി പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് ഈ വൈദ്യുതി ഉപഭോഗം അമിത തോതിൽ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അത്തരത്തിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നിയന്ത്രണങ്ങൾ കൂടി കൊണ്ടുവരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പീക്ക് ടൈമിലാണ് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപഭോഗം നടക്കുന്നത്. ആ സമയത്തുള്ള ഉപയോഗം പരമാവധി കുറയ്ക്കുന്നതിന് വേണ്ടി പൊതുജനം ശ്രദ്ധിക്കണം എന്നൊരു കാര്യമാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷെ നമുക്കറിയാം, വളരെ വലിയ രീതിയിലുള്ള ചൂടാണ് പുറത്ത് അനുഭവപ്പെടുന്നത്. അത്തരത്തിൽ ഫാനും AC-യുടെയും ഒക്കെ ഉപയോഗം ഓരോ ദിവസം കൂടുന്തോറും ഇങ്ങനെ വർദ്ധിച്ചു വരുന്ന സാഹചര്യവുമാണുള്ളത്. മറ്റൊരു കാര്യം, ഈ വേനൽ ഓരോ ദിവസം കൂടി വരുന്തോറും ഉൾപ്പെടെ ജലനിരപ്പ് കുറയുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിൽ പൊതുജനങ്ങളോട് ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കണം ഈ ഒരു കാര്യത്തിൽ എന്ന കാര്യമാണ് KEB ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്നലെ മാത്രം 5487 മെഗാവാട്ട് വൈദ്യുതിയാണ് ഒരു ദിവസം ഉപയോഗിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ ഓരോ ദിവസവും വൈദ്യുതി ഉപയോഗം വർദ്ധിക്കും തോറും പുറത്തു നിന്ന് അധിക വിലയ്ക്ക് വൈദ്യുതി വാങ്ങിക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. ഇത്തരത്തിൽ കൂടുതൽ ദിവസം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു വൈദ്യുത പ്രതിസന്ധി തന്നെ സംസ്ഥാനത്ത് ഉണ്ടാകുമെന്ന ആശങ്ക കൂടിയാണ് വൈദ്യുതി വകുപ്പും KEB-യും പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പീക്ക് സമയത്ത് വൈകിട്ട് 6 മണി മുതൽ 9 മണി വരെ ആണെങ്കിലും രാവിലത്തെ ഒരു പീക്ക് സമയത്താണെങ്കിലും ഇത്തരത്തിലുള്ള വൈദ്യുതിയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കാൻ ശ്രദ്ധിക്കണം എന്നൊരു നിർദ്ദേശം കൂടിയാണ് KEB ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത്. എന്തായാലും ചരിത്രത്തിലെ ഏറ്റവും വലിയ കണക്കുകളാണ് ഓരോ ദിവസവും വൈദ്യുതി ഉപഭോഗത്തിന്റെ കാര്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇനി വരുന്ന ദിവസങ്ങളിലും ചൂട് കൂടുമെന്നൊരു കാര്യം കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുമ്പോൾ ഇതിലും വലിയ കണക്കുകൾ വൈദ്യുതി ഉപഭോഗത്തിന്റെ കാര്യത്തിൽ പുറത്തുവരും, ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന കാര്യവും KEB വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു കാര്യത്തിൽ പൊതുജനം ഒരു ജാഗ്രത പാലിക്കണം എന്നൊരു നിർദ്ദേശമാണ് KEB ഉൾപ്പെടെയുള്ളവർ പങ്കുവെക്കുന്നത്. അജിംഷാദ്.